നമ്മുടെ കയ്യിൽ എക്സ്ചേഞ്ചിൽ കിടക്കുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്, ഒരുപാട് ചെറിയ വാഹനങ്ങൾ, ചെറിയ ബഡ്ജറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള വാഹനങ്ങളുണ്ട്. അതിൽപ്പെട്ട 4 വാഹനങ്ങൾ എന്ന് കാണിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു 7 സീറ്റ് വാഹനമാണ്. 1,25,000 രൂപക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മഹേന്ദ്രയുടെ കോണ്ടോ എന്ന വാഹനം. അക്ഷരം അങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ തെറി വിളിക്കുന്ന പേരാണ് മഹേന്ദ്ര ഈ ഒരു വാഹനത്തിനകത്തിട്ടുള്ളത്. ഇത് ഫുൾ ഓപ്ഷൻ ആണെന്ന് സംശയമുണ്ട്, കാരണം അലോയ് വീൽസ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എയർ ബാഗ് ഇതിനകത്ത് കാണുന്നുണ്ട്, കമ്പനി സെറ്റ് കാണുന്നുണ്ട്, അങ്ങനെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാണാനുണ്ട്, ഹാൻഡ് റെസ്റ്റ് കാണാനുണ്ട്. അങ്ങനെ അത്യാവശ്യം ബേസിക്കലി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. സെൻട്രൽ AC ഇതിനകത്ത് വന്നിട്ടില്ല. 7 സീറ്റ് വാഹനമാണ്. ചെറിയ ബഡ്ജറ്റിൽ 7 സീറ്റ് വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ആസ് ഇറ്റ് ഈസ് കണ്ടീഷൻ പ്രത്യേകിച്ച് ഗ്യാരണ്ടി ഒന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് വന്ന വാഹനങ്ങളായതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് റീഫർബ് വർക്കും കാര്യങ്ങളൊന്നും ചെയ്യാത്ത വാഹനമാണ്. അതുകൊണ്ട് സ്റ്റോക്ക് കണ്ടീഷനിൽ 1,25,000 രൂപയ്ക്ക് ഈ ഒരു 7 സീറ്റ് വാഹനം കയറി 13 കണ്ണൂർ രജിസ്ട്രേഷനിലേക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. അതോടൊപ്പം തന്നെ 2012 മോഡലിൽ സ്വിഫ്റ്റ് VDI ഡീസൽ എഞ്ചിനിലേക്കുന്ന VDIയിൽ അലോയ് വീൽസും കാര്യങ്ങളെല്ലാം അഡീഷണലി ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുള്ള KL53 മലപ്പുറം പെരിന്തൽമണ്ണ രജിസ്ട്രേഷനിലേക്കുന്ന വാഹനമാണിത്. 4 പവർ വിൻഡോസും AC പവർ സ്റ്റാരിങ്, പിന്നെ സീറ്റ് ഓവറും അതേപോലെ തന്നെ ഹാൻഡ് റെസ്റ്റും തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. DDIS എഞ്ചിൻ ആയതുകൊണ്ട് ഏകദേശം ഒരു 17-18 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഏകദേശം ഒരു 60-70% ടയർ കണ്ടീഷനിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 2,60,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. നേരെ ബാക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു ലോ കിലോമീറ്റർ ഓടിയുള്ള കേട്ടം കിടക്കുന്നുണ്ട്. 2011 മോഡലിലേക്ക് വെറും 24,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള KL41 ആലുവ രജിസ്ട്രേഷനിലേക്കുന്ന VXI എന്ന പേരിലേക്കുന്ന വാഹനം. പവർ വിൻഡോസ് വരുന്നു, AC വരുന്നു, പവർ സ്റ്റാരിങ് വരുന്നു. ഈ ഒരു വാഹനത്തിൽ ഇന്റീരിയർ ഭാഗമാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം പക്ക ഒരു ബ്രാൻഡ് ന്യൂ വാഹനത്തിന്റെ ഫീലിൽ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള വാഹനം. കാരണം എവിടെയും പരിക്കോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരാതെ ആ ക്ലസ്റ്റർ യൂണിറ്റ് ഒക്കെ 28,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ക്വാളിറ്റി എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് കാണിക്കുന്നു. ആ ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അധികം ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സീറ്റ് കവറാണ് ഈ ഒരു കവർ വന്നിട്ടുള്ളത്. ഇതിനകത്തും ഡാമേജും പരിക്കൊന്നും വരാതെ പക്ക നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം. ലോ കിലോമീറ്റർ വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയ വാഹനം. ഡാഷ്ബോർഡ് മാത്രമല്ല, ഇനിയിപ്പോൾ ഈ ഗിയറിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും മുക്കുമൂല എല്ലാം നോക്കുകയാണെങ്കിൽ വളരെ ഫിനിഷ് ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. യൂസിങ് കുറവായതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി എല്ലാ ഭാഗത്തും കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം നല്ല ടയർ കണ്ടീഷനിൽ നിൽക്കുന്നു. ഒന്ന് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഒന്നും പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വെട്ടി തിളങ്ങുന്ന ആലുവ രജിസ്ട്രേഷനിലേക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 1,40,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഇനി ഒരു ഡീസൽ എഞ്ചിൻ നിൽക്കുന്ന ടാറ്റ ഇൻഡിഗോ കിടക്കുന്നുണ്ട്. 2011 മോഡൽ നിൽക്കുന്ന വാഹനമാണിത്. ഡീസൽ എഞ്ചിൻ DDIS എഞ്ചിൻ ഒരു 15, 16, 17 വരെയൊക്കെ നമുക്ക് മൈലേജും എക്സ്പെക്ട് ചെയ്യാവുന്ന പവർ വിൻഡോസും അതേപോലെ പവർ സ്റ്റാരിങ്ങും കാര്യങ്ങളെല്ലാം വരുന്ന സീറ്റ് കവറും കാര്യങ്ങളെല്ലാം അഡീഷണലി ചെയ്തിട്ടുള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 65,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. അപ്പോൾ ഇത്തരത്തിൽ 4 വാഹനങ്ങളാണ് നമ്മുടെ എക്സ്ചേഞ്ചിൽ സ്പെഷ്യൽ റേറ്റിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇനിയും ഒരുപാട് വാഹനങ്ങൾ വേറെയും കിടക്കുന്നുണ്ട്. അതെല്ലാം എക്സ്ചേഞ്ച് വന്ന വാഹനങ്ങളും അല്ലാത്ത വാഹനങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ ബഡ്ജറ്റിൽ സ്വന്തമാക്കാൻ പറ്റില്ല 7 സീറ്റ് വാഹനങ്ങൾ അല്ലെങ്കിൽ സ്വിഫ്റ്റോ ഒക്കെ ആരെങ്കിലും അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നേരെ കാലബെറ്റർ വിഷയത്തിൻ്റെ മലപ്പുറം മക്കരപ്പറമ്പ വെള്ളാട്ടുപറമ്പുള്ള ഷോറൂം വിസിറ്റ് ചെയ്യും. അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബുക്കിങ്ങിനും മറ്റും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായി മാക്സിമം ഷെയർ പേജ് ഫോളോ ചെയ്യാൻ മറന്നു അല്ലേ.